പുറത്ത് മഴയായതുകൊണ്ട് തന്നെ വെറുതെ ഇരുന്ന് ഭയങ്കരമായിട്ട് ബോർ അടിച്ചിട്ട് അപ്പൊ ഞാൻ വിചാരിച്ചു കുറച്ച് അടുക്കി പെറുക്കാന്ന്. ഞാൻ ഈ ആവശ്യം മൊത്തം സംസാരിക്കേട്ടപ്പോഴത്തേക്ക് എന്റെ ആദ്യം എന്തൊക്കെയോ പറയുന്നുണ്ട് കേട്ടാ. അപ്പൊ ഇന്നത്തെ പണിയെന്ന് പറഞ്ഞാൽ ദേ ഇതൊക്കെ ഒന്ന് അടുക്കി പറക്കി വെക്കാന്നുള്ളതാണ്. ഞാനും ഉണ്ട്, എന്നെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് കാശിയും കൂടെ ഉണ്ട് കേട്ടോ. വേറെ ആരുമില്ല, ഞങ്ങൾ രണ്ടും കൂടെ ആയിരുന്നു എല്ലാം അടുക്കി പറക്കാൻ പോകുന്നത്. ദേ കുപ്പിവളകളുണ്ട്, അതുപോലെ തന്നെ കമ്മലുണ്ട്, മാലയുണ്ട്, എല്ലാ ഐറ്റംസ് ഉണ്ട് കേട്ടോ. എല്ലാം എന്റെയും ഉണ്ട്, ദേവുവിന്റെയും കുറച്ച് ഐറ്റംസ് ഉണ്ട്. ദേവുവിന്റെ എനിക്ക് തോന്നുന്നു വളകൾ മാത്രമേ ഉള്ളൂ, വേറെ ഒന്നുമില്ല. നമ്മൾ കുറേ വീഡിയോസ് കണ്ടിട്ട് നമ്മുടെ ഫോളോവേഴ്സാണ് നമ്മളത് പറഞ്ഞത് ഇതേപോലത്തെ ഓർഗനൈസറൊക്കെ വാങ്ങിച്ചിട്ട് കമ്മലൊക്കെ അടുക്കി വെക്കണേ എന്നുള്ളത്. അപ്പൊ നിങ്ങളൊക്കെ പറഞ്ഞതിന്റെ പേരിൽ ഞാൻ വാങ്ങിച്ചതാണ് മീഷോന്ന് ഈ 2 ഓർഗനൈസർ. അപ്പോഴത്തേക്ക് അത് ഞാൻ നിങ്ങളൊക്കെ പറഞ്ഞതുപോലെ എല്ലാം അടുക്കി പറക്കി വെച്ചിട്ടുണ്ടായിരുന്നു. എന്നാലും ഞാൻ വിചാരിച്ചു ഒന്നും കൂടെ ഒന്ന് അടുക്കി പറക്കാന്ന്. കാരണം വേറെ ഒന്നും അല്ലാട്ടോ, നമ്മളിപ്പോൾ എവിടെയെങ്കിലും പോകുമ്പോഴത്തേ അത്യാവശ്യപ്പെട്ട ഒരെണ്ണം എടുത്തിട്ട് ഒരു കമ്മൽ തിരിച്ച് വന്നിട്ട് ഒരു സ്ഥലത്ത് ഇടും, മറ്റേ കമ്മൽ മറ്റേ സ്ഥലത്ത് ആയിരിക്കും ഇടുന്നത്. അപ്പോൾ ഞാൻ വെച്ചാൽ എല്ലാം കൂടെ ഒരുമിച്ച് ഒന്നും കൂടെ ഒന്ന് മെനക്കെട്ടിട്ട് അടുക്കി പറക്കി വെക്കാന്നുള്ളത്. ഇതിലുള്ള എല്ലാ സാധനങ്ങളും യൂസ് ചെയ്തതൊന്നും അല്ലാട്ടോ, യൂസ് ചെയ്യാത്തത് കൊണ്ട് ദേവുവിൻ്റെ സാധനങ്ങളൊന്നും അങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. അതായത് ആ വളകളൊക്കെ ഉണ്ടല്ലോ അതങ്ങനെ യൂസ് ചെയ്തിട്ടില്ല. അങ്ങനെ ദേവു അങ്ങനെ വെളിയിലോട്ട് അങ്ങനെ പോകണില്ലല്ലോ, അതുകൊണ്ട് അങ്ങനെ അത് യൂസ് ചെയ്തിട്ടില്ല. അപ്പോൾ ഇത്രയും സാധനം ഞാൻ ഒരുമിച്ചിട്ടിട്ട് എന്താ വട്ടമെന്ന് വെച്ചാൽ ഒരുമിച്ചിട്ടിട്ട് ഇനി ഒന്നേന്ന് അടുക്കി പറക്കാൻ പോവുകയാണ്. ഇത് ഫുള്ള് നമുക്ക് കൊളാബിനേറ്റ് ഐറ്റംസ് ആണ് കേട്ടോ, ഇത്രയും കാലം കിട്ടിയതാണ്. പിന്നെ കുറേ കൊണ്ടായിരുന്നു, അതൊക്കെ ഡാമേജ് ആയി പോയത് ഞാൻ എടുത്ത് കളഞ്ഞിട്ട്. കാരണം നമ്മൾ 2021 മുതൽ കൊളാബൊക്കെ തുടങ്ങിയതാണ്. അപ്പോൾ ആ സമയം തൊട്ട് കിട്ടിയതുണ്ടായിരുന്നു, പക്ഷെ അതൊക്കെ ഞാൻ കളഞ്ഞു. ഇതൊക്കെ നമുക്ക് റീസെന്റ് കിട്ടിയ ഐറ്റംസ് ആണ് കേട്ടോ. ഈ കമ്മലിന്റെ കൂടെ ഇനിയും കുറെ കമ്മലുകൾ ഉണ്ടായിരുന്നു, പക്ഷെ സത്യം പറഞ്ഞാൽ അതിന്റെ പേരൊന്നും കാണുന്നുണ്ടായിരുന്നില്ല, എങ്ങോട്ട് പോയെന്ന് ഒരു പിടുത്തവും ഇല്ല. ഇത്രയും മാലകൾ മാത്രമല്ല കേട്ടോ ഉള്ളത്, ഞാൻ അവിടെ നിന്ന് ഇങ്ങനെ ഇളക്കിക്കൊണ്ടിരിക്കുന്നില്ലേ, അതും ഇതിൽ ഉൾപ്പെടുന്നതാണ്. പക്ഷെ എന്ത് ചെയ്യണം, അതെല്ലാം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ട് കുരുങ്ങി പോയിട്ട് നോക്കി എത്ര എണ്ണം ഉണ്ടോ നോക്കിയേ, ഫുള്ള് കുരുങ്ങി കിടക്കുവാണ്. ഇളക്ക ഒരു മാർഗ്ഗമില്ല, പൊട്ടിച്ചെടുക്കണമെങ്കിലേ നടക്കുള്ളൂ. അതും ലോക്കറ്റും അങ്ങനെ അല്ലെങ്കിൽ ചോക്കർ അങ്ങനത്തെ അല്ല കേട്ടോ, ബാക്കിൽ ഇങ്ങനെ അഡ്ജസ്റ്റ് ചെയ്യുന്ന ആ ഒരു വള്ളി ഉണ്ടല്ലോ, അത് ഫുള്ള് അങ്ങോട്ടും ഇങ്ങോട്ടായിട്ട് കുരുങ്ങി കിടക്കുന്നതാണ്. ഇളക്കാനേ പറ്റുന്നുണ്ടായിരുന്നില്ല, കാരണം ഞാൻ ഈ വലിയ വലിയ മാലകളൊന്നും അങ്ങനെ യൂസ് ചെയ്യാറില്ലല്ലോ. അതുകൊണ്ട് എല്ലാം കൂടെ ഇങ്ങനെ ഉപയോഗിക്കാണ്ട് കിടന്നിട്ട് ഇങ്ങനെ കുടുങ്ങിപ്പോയതാണ്. പണ്ടൊക്കെ നമ്മൾ റോട്ടിൽ കൂടെ പോകുമ്പോഴത്തേക്ക് ഈ വായിന്മാരെ കമ്മലൊക്കെ വെച്ചോണ്ട് നിൽക്കില്ല, അപ്പോൾ ഞങ്ങൾ ഇങ്ങനെ വായി നോക്കി നിൽക്കുമായിരുന്നു. പക്ഷെ പൈസ ഇല്ലാത്തതുകൊണ്ട് വാങ്ങിക്കാറില്ല കേട്ടോ. പക്ഷെ ഇപ്പം നോക്കിക്കേ, കാലം മാറി, കഥയും മാറി, സംഭവങ്ങളെല്ലാം മാറി മറിഞ്ഞത്. ഇത്രയും ഒറ്റ കമ്മൽ പോലും വാങ്ങിക്കാൻ പറ്റാതെ നമുക്ക് ഇത്രയും ഐറ്റംസ് ആണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ എന്തായാലും സംഭവം ഒരുപാട് സന്തോഷമുള്ളതാണ് കേട്ടോ.